സുഭദ്ര കൊലക്കേസിൽ മാത്യൂസിന്റെ സുഹൃത്ത് റൈനോൾഡിനും പങ്ക്. 3 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. മാത്യൂസ്, ഷർമിള, റൈനോൾഡ് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി പ്രകാരം സുഭദ്രയെ കോർത്തുശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സുഭദ്രയെ മയക്കി കിടത്തുന്നതിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് റൈനോൾഡാണ്. സ്വർണം കവരുമ്പോൾ റൈനോൾഡും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. ഓഗസ്റ്റ് 4 മുതലുള്ള വിവിധ ദിവസങ്ങളിലായി ഉറക്കഗുളികയും മറ്റും നൽകി ബോധം കെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കുറച്ചായി മോഷ്ടിക്കുകയായിരുന്നു. എന്നാൽ ആഭരണങ്ങൾ സ്വർണമായിരുന്നില്ല. ഓഗസ്റ്റ് 7 രാവിലെ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട സുഭദ്ര തിരികെ തരണമെന്നും പോലീസിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞു. ഇതോടെയാണ് 7 പകൽ സുഭദ്രയെ കൊലപ്പെടുത്തിയത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിടിവലിക്കിടിയേറ്റ മർദ്ദനത്തിലാണ് വാരിയലുകൾ ഒടിഞ്ഞത്. തുടർന്ന് മാലിന്യം കുഴിച്ചുമൂടാൻ എന്ന പേരിൽ മറ്റൊരാളെ കൊണ്ട് കുഴിയെടുപ്പിക്കുകയായിരുന്നു. രാത്രി ഈ കുഴിയിലാണ് സുഭദ്രയെ മറവ് ചെയ്തത്. ആലപ്പുഴ കലവൂരിൽ കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ കടവന്ത്ര കരിത്തല റോഡ് ശിവകൃപയിൽ പരേതനായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കുടുക്കാൻ സഹായിച്ചത് ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു. ആലപ്പുഴ കാട്ടൂർ സ്വദേശി നിതിൻ എന്ന മാത്യൂസ്, ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശിനി ഷർമിള എന്നിവരെ മണിപ്പാൽ ചെറമ്പള്ളിയിൽ ഒരു വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഉച്ചയോടെ മണിപ്പാലിലെ ടവർ ലൊക്കേഷൻ വീണ്ടും ഓണായി. ഷർമിള മുൻപ് താമസിച്ചിരുന്ന ചെറമ്പള്ളിയിലെ സ്ത്രീയുടെ വീട്ടിലാണ് ഇവർ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞു. ഇവർ എത്തുമ്പോൾ ഈ സ്ത്രീ ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. മകൻ മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. സ്ത്രീയുടെ ഫോൺ നമ്പർ നേരത്തെ മനസ്സിലാക്കിയിരുന്ന പോലീസ് ഷർമിളയും മാത്യൂസും കൊലക്കേസ് പ്രതികളാണെന്നും എത്തിയാൽ തടഞ്ഞുവയ്ക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഈ വിവരം സ്ത്രീ മകനെ വിളിച്ചറിയിക്കുമ്പോഴേക്കും പ്രതികൾ മടങ്ങി. ഉടൻ മകനെ വിളിച്ച പോലീസ് ദമ്പതികളെ ഉടൻ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം മകൻ ഇവരെ തിരിച്ചു വിളിച്ചു. ആശുപത്രിയിൽ പോയ അമ്മ ഉടൻ തിരിച്ചെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മണിപ്പാൽ പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ തോംസൺ കേരള പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. ഇത് സ്ഥലം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്തു. മണ്ണഞ്ചേരി ഇൻസ്പെക്ടർമാരായ നിവിൻ, മോഹൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സുഭദ്രയെ അറിയാമെന്ന് മാത്യൂസിന്റെ കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. മാത്യൂസും ഷർമിളയും തമ്മിലുള്ള വിവാഹത്തിന് മുൻകൈയെടുത്തത് സുഭദ്രയായിരുന്നു. മകനെപ്പറ്റി മാസങ്ങളായി ഒരു വിവരവും ഇല്ലെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. മാത്യൂസ് ഷർമിളയെ വിവാഹം കഴിച്ചപ്പോൾ സുഭദ്ര വീട്ടിൽ വന്നിരുന്നു. ആന്റി എന്നാണ് സുഭദ്രയെ ഷർമിള പരിചയപ്പെടുത്തിയത്. ആരുമില്ലാത്ത അനാഥ കൊച്ചല്ലേ എന്ന് വിചാരിച്ചായിരുന്നു വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് മാത്യൂസിന്റെ അമ്മ പറഞ്ഞു. മാത്യൂസും ഷർമിളയും സ്ഥിരം മദ്യപാനികളായിരുന്നു. മദ്യപിച്ച ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഷർമിള മദ്യപിച്ച് മാത്യൂസിന്റെ പിതാവിനെ ചീത്ത വിളിക്കുകയും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നുവെന്ന് അമ്മ ഓർക്കുന്നു. വിവാഹത്തിന് മുൻപ് സുഭദ്ര വീട്ടിൽ വരികയും ചെയ്തിട്ടുണ്ട്. വിവാഹം എറണാകുളത്ത് വെച്ച് നടത്തണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഒരു ദിവസം വന്നിരുന്നു. ഷർമിള വാങ്ങിയ 3000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ട സുഭദ്ര പിന്നീട് വീട്ടിൽ ബഹളമുണ്ടാക്കി. 7000 രൂപ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. മാത്യൂസിന്റെ കൈക്ക് പരിക്കുണ്ടായിരുന്നു. വെട്ടേറ്റ് 3 ഞരമ്പ് മുറിഞ്ഞു പോയിരുന്നു. അത് ഷർമിള വെട്ടിയതാണ് എന്നാണ് പരിസരവാസികൾ പറഞ്ഞ് അറിഞ്ഞത് എന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.